കേരളത്തിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമുദായത്തെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിം ലീഗിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് ദുർബലമായാൽ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാകും എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദത്തിലേക്ക് നീങ്ങുന്ന ആളുകളാണ്, അവരെയൊക്കെ ആ ആകാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മൊത്തത്തിൽ മുസ്ലിം സമുദായത്തെ ഇകഴ്ത്തി കാണിക്കുകയല്ലേ ചെയ്തത്. കാരണം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മറ്റ് ജനവിഭാഗങ്ങളെപ്പോലെ ഇവിടെ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തോടും പൈതൃകത്തോടൊക്കെ അഭിമാനമുള്ളവരായിട്ട് വളർന്നു വരുന്ന ആളുകൾ തന്നെയാണ് മുസ്ലിങ്ങളും. അപ്പോൾ ആ ഓരോ മുസ്ലിമും എങ്ങനെയാണ് വർഗീയവാദിയായിട്ട് മാറുന്നത്? അപ്പം മുസ്ലിം ആളുകളൊക്കെ തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ ചേർന്നാൽ മാത്രമേ അവർ ജനാധിപത്യവാദികളാകുന്നു, അല്ലെങ്കിൽ സ്വാഭാവികമായും അവർ വർഗീയവാദികളാവേണ്ട ആളുകളാണ് എന്നുള്ളൊരു വാദമാണ് ആരുയർത്തുന്നത്? വി.ഡി. സതീശൻ ഉയർത്തുന്നത്. അപ്പോൾ ഇത് തന്നെ വളരെ അപകടകരമായൊരു വാദമാണ്. കാരണം കേരളത്തിലെ മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നതും കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ വർഗീയ ചിന്താഗതിയുള്ള ആളുകളാണ്. പക്ഷേ മുസ്ലിം ലീഗിനെ പോലുള്ളൊരു ജനാധിപത്യ സംഘടന, ആ മുസ്ലിമിനെ പോലുള്ളൊരു ജനാധിപത്യ സംഘടന ദുർബലമായാൽ ആ സ്പേസിലേക്ക് വർഗീയവാദികൾ കടന്നു വരും. അപ്പം ഏത് സ്പേസും നോക്കി നിൽക്കാൻ കേരളത്തിൽ മുസ്ലിം വർഗീയവാദികൾ ശക്തരായി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വി.ഡി. സതീശൻ പറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധേയമായിട്ട് കാണേണ്ടത് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ നിലപാടാണ്. അത് മുസ്ലിം ലീഗ് ആയാലും നേരത്തെ ഉണ്ടായിരുന്ന MES ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും ഒക്കെ തന്നെ എല്ലാ സംഘടനകളും തന്നെ നേരത്തെ ഒരു പൊതുവേദി രൂപവൽക്കരിച്ചിരുന്നു. ആ പൊതുവേദി എന്ന് പറയുന്നത് സംവരണ സംരക്ഷണ മുന്നണി എന്നുള്ള പേരിലായിരുന്നു. അതിൽ ഹിന്ദു സമുദായത്തിലെ തന്നെ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന SNDPയും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ടിരുന്നു. വെള്ളാപ്പള്ളി നടേശന് മുമ്പും അന്നത്തെ SNDPയുടെ നേതാക്കന്മാരൊക്കെ ഈ ഒരു മുന്നണിയിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഇവർ കേരളം അങ്ങോളം ഇങ്ങോളം പരിപാടികളൊക്കെ നടത്തിയിരുന്നതാണ്. അന്ന് SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശനൊക്കെ ലീഗിന് പ്രിയങ്കരനായിരുന്നു എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ഏറ്റവും അധികം പ്രസ്താവനകൾ നടത്തുന്ന മുസ്ലിം നേതാക്കൾ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രകടനം നടത്തുന്ന മുസ്ലിം ലീഗ്, ഈ ആളുകളൊക്കെ മനസ്സിലാക്കണം, മുസ്ലിം ലീഗും വെള്ളാപ്പള്ളി നടേശനൊക്കെ ഒരേ വേദിയിലിരുന്നു. കാരണം അവർ സംവരണത്തിന് അനുകൂലിക്കുന്നു. മറുഭാഗത്ത് ഹിന്ദു വിഭാഗത്തിലെ തന്നെ NSS, ആ NSS സംവരണത്തിനെതിരായിരുന്നു. അപ്പോൾ ഇവർക്ക് അന്നവർ സുകുമാരൻ നായർക്കെതിരായിരുന്നു, അല്ലെങ്കിൽ കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയ്ക്കെതിരായിരുന്നു, അല്ലെങ്കിൽ അവർ PK നാരായണപ്പണിക്കർക്കെതിരായിരുന്നു, അല്ലെങ്കിൽ അവർ NSSനെതിരായിരുന്നു. കാരണം NSS സാമ്പത്തിക സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ്, ഇവർ സാമുദായിക സംവരണത്തിന് വാദിക്കുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് സംവരണത്തിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ അർഹതയില്ല എന്നതിനാണ്. കാരണം ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം മതപരമായ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് സംവരണം നൽകാൻ പറ്റില്ല. അപ്പോൾ സംവരണം നൽകുന്നത് സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുടെ പേരിലാണ്. അങ്ങനെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ OBCക്കാർക്കുമൊക്കെയാണ് സംവരണം നൽകുന്നത്. അപ്പം സംവരണ തത്വങ്ങൾ, അല്ലെങ്കിൽ ഭരണഘടനാ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങളിലെ മോപ്ല എന്ന വിഭാഗത്തെ OBCയിൽ പെടുത്തിയിട്ടാണ് അവർക്ക് സംവരണം നൽകുന്നത്. അങ്ങനെ ഒരു സംവരണ അനുകൂല മുന്നണി ഉണ്ടാക്കുന്നു. യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, അവർ സാമുദായികമായിട്ട് മുന്നോക്കമാണെങ്കിൽ പോലും അവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് മോഡി സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. EWS എന്ന് പറയും. അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% സംവരണം നൽകുന്നു. അപ്പോൾ ഇതോടുകൂടി ഹിന്ദു സമുദായത്തിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ തീർന്നു കഴിഞ്ഞു. കാരണം സംവരണത്തിൻ്റെ പേരിൽ ഇനി ആരും തമ്മിൽ തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം സാമുദായിക സംവരണം തുടരുന്നു. അതോടൊപ്പം തന്നെ 10% സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും സംവരണം കിട്ടുന്നു. അപ്പം മൊത്തം സംവരണം 50% പാടില്ല എന്നും നിബന്ധനയുണ്ട്. അപ്പോൾ ഇവിടെ സംവരണത്തിൻ്റെ പേരിൽ ഇനി ഹിന്ദു സംഘടനകൾ തമ്മിൽ തർക്കിക്കുന്നില്ല. അപ്പം ഇവിടെ സംവരണത്തിൻ്റെ വിഷയം ഉന്നയിച്ചുകൊണ്ട് തെരുവിലേക്ക് നയിച്ചത് ഹിന്ദു സംഘടനകളെ തമ്മിൽ തല്ലിക്കാനാണോ MESൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ ശ്രമം? അതിൻ്റെ ഭാഗമായിട്ടാണോ അവരിത് ചെയ്തത് എന്ന സംശയമാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം എന്തുകൊണ്ടാണ് മുമ്പ് സംവരണ മുന്നണി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സംവരണ വിരുദ്ധ മുന്നണികളൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത ആളുകൾ, അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ലാതായി കഴിഞ്ഞു. അങ്ങനെയാവുന്ന സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇവർക്ക് വിരുദ്ധനായത്?
അപ്പം അവർക്കിപ്പോൾ മൊത്തം ഹിന്ദു സംഘടനകളെ കരിവാരി തേച്ച് കാണിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ ആയാലും NSSനെ ആയാലും ഒരു സമുദായത്തെ തന്നെ, നായന്മാരെ ആക്ഷേപിക്കുന്നു, വെള്ളാപ്പള്ളിയെ ആക്ഷേപിക്കുന്നു, അങ്ങനെ ഒരു സമുദായത്തെ തന്നെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ പ്രത്യേക വിഭാഗങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പ്രകടനം നടത്തുകയാണ് മുസ്ലിം ലീഗുകാരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് വെള്ളാപ്പള്ളി നടേശൻ അപ്രാപ്യനായിരിക്കുന്നു, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ശത്രുവായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി നടേശൻ ആ സംവരണത്തിൻ്റെ പേരിലുള്ള ആ തർക്കങ്ങളൊക്കെ ഇല്ലാതായിരിക്കുന്നു. അപ്പം ഹിന്ദു സംഘടനകളൊക്കെ ഒരുമയുടെ ഒരു വേദിയിലേക്ക് വരുന്ന സമയത്ത് ഹിന്ദുക്കൾ പരസ്പരം ഏറ്റുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന, അപ്പോൾ ഇതിൻ്റെ അർത്ഥം മുസ്ലിം ലീഗിൻ്റെ മാത്രം കാര്യം കൊണ്ടാണ് NSSും SNDPയും അകന്നു നിൽക്കുന്നത് എന്നല്ല. NSSും SNDPയും തമ്മിൽ വ്യക്തിപരമായ ഈഗോയുടെ പേരിലാണ് അവരുടെ നേതാക്കന്മാർ തമ്മിൽ തർക്കമുള്ളത്. അല്ലാതെ സാമുദായിക വിഷയങ്ങളെക്കുറിച്ചോ സാമൂഹ്യമായ വിഷയങ്ങളെക്കുറിച്ചോ അല്ല, വ്യക്തിപരമായ വിഷയങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ചാണ്, അവരുടെ കുടുംബ താല്പര്യത്തിൻ്റെ പേരിലാണ് ഇവർ അകന്നു നിൽക്കുന്നത്. ഏറ്റവും അകൽച്ചയുണ്ടായിരുന്നത് സംവരണ കാര്യത്തിലാണ്. ആ പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഹിന്ദു സംഘടന യോജിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഹിന്ദു സംഘടനാ നേതാക്കൾക്കെതിരായിട്ട് മുസ്ലിങ്ങളൊക്കെ ഇപ്പോൾ പ്രകടനം നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് സംവരണ മുന്നണിയൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവർക്ക് SNDP ആവശ്യമില്ല, ഇപ്പോൾ അവർക്ക് വെള്ളാപ്പള്ളി നടേശനെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത്. വളരെ അപകടകരമായൊരു സ്ഥിതിവിശേഷമാണ്. കാരണം ന്യൂനപക്ഷം എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർ പറയുന്നു ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷം തങ്ങൾക്കായതുകൊണ്ട് ന്യൂനപക്ഷ അവകാശങ്ങളുടെ ഭൂരിപക്ഷവും തങ്ങൾക്ക് കിട്ടണം എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും ഇതിനകത്ത് പരാതിയുണ്ട്. കാരണം ന്യൂനപക്ഷ അവകാശങ്ങളിൽ കൂടുതലും കിട്ടുന്നത് ആർക്കാണ്? മുസ്ലിങ്ങൾക്കാണ്. അവിടെ അവർ ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യമാണ്. അപ്പോൾ ഇതുവരെ അവർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിച്ചു. അപ്പോൾ ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമായ സമയത്ത് ന്യൂനപക്ഷങ്ങളിൽ തന്നെ ഭൂരിപക്ഷത്തിന് കൂടുതൽ കാര്യങ്ങൾ കിട്ടണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥിതി പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങളോ മറ്റോ കേരളത്തിൽ ഭൂരിപക്ഷമായാൽ എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി എന്നാണ് സാധാരണക്കാർക്ക് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ കേരളത്തെ വർഗീയമായിട്ട് ചേരിതിരിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊരു വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി കൊണ്ടാണ് അവരിത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗ് ആണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും തന്നെ ആസൂത്രിതമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് അവരുടെ ഏറ്റവും കാതലായ വസ്തുത BJP വിരോധമാണ്. ഹിന്ദുക്കൾ സംഘടിക്കാൻ പാടില്ല. അപ്പോൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വടക്കൻ ജില്ലകളിലൊക്കെ കാസർഗോഡാണെങ്കിലും മഞ്ചേശ്വരത്താണെങ്കിലും മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നത് BJPയെ തോൽപ്പിക്കാനാണ്. അതേസമയത്ത് തെക്കൻ ജില്ലകളിലെ മുസ്ലിം ഏകീകരണം നടക്കുന്നത് അവരെ BJPക്ക് ജയസാധ്യതയുള്ള സ്ഥലത്ത് അതിനേക്കാൾ സാധ്യത ഇടതുപക്ഷ മുന്നണിക്കാണെങ്കിൽ ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിക്കുക, UDFിനേക്കാൾ സാധ്യത BJPയെ തോൽപ്പിക്കാൻ LDFിനാണെങ്കിൽ LDFിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പല സ്ഥലത്തും മുസ്ലിം സംഘടനകൾ കൈക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയം എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ്. കോൺഗ്രസ്സിൽ പല നേതാക്കന്മാരുണ്ടായിരുന്നു. കാരണം കോൺഗ്രസ്സിലെ മുൻകാല നേതാക്കന്മാരൊക്കെ മുസ്ലിം ലീഗിനെ ഒരു വെളിപ്പാട് അകലെ നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് അകലെ നിർത്തിയിരിക്കുന്ന ആയിരുന്നു. ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞതാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ CK ഗോവിന്ദൻ നായരെ പോലുള്ള ആളുകളൊക്കെ തന്നെ മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് അവർക്ക് മുസ്ലിം ലീഗ് ഒഴിവാക്കാൻ പറ്റാത്ത കക്ഷിയായിരിക്കുന്നു. മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ത് പറയണം, എന്ത് തീരുമാനിക്കണം എന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കുന്നു എന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എത്തി നിൽക്കുന്നത്.